നിഷാദെ, ഞാൻ ബഹുമാനപ്പെട്ട അനിൽകുമാറിനോട് ഒരു കാര്യം പറയട്ടെ. അങ്ങ് ദയവ് ചെയ്ത് ഒരു കാര്യം ചെയ്യണം. ഈ അമേരിക്കയുടെ ഈ ക്രിമിനൽ രാജ്യത്ത്, ട്രംപിനെ പോലെ ഒരു തെമ്മാടി ഭരിക്കുന്ന ഈ രാജ്യത്ത് പിണറായി വിജയൻ ചികിത്സയ്ക്ക് പോകരുത്. അതുമാത്രമല്ല, പോവുകയാണെങ്കിൽ തന്നെ ഒരു കാരണവശാലും ഡോളർ കൊടുക്കരുത്. വേണമെങ്കിൽ ഇന്ത്യൻ രൂപ എണ്ണി അങ്ങോട്ട് കൊടുത്തോണം. വേണേ പിടിച്ചോടാ ട്രംപേ എന്നും പറഞ്ഞിട്ട്. അതാണ് അനിൽകുമാറിനും CPM-നും ഒക്കെ ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം. അത് നിങ്ങൾ നടപ്പാക്കും എന്ന് വിചാരിക്കുന്നു. അത് അങ്ങനെ ചെയ്യട്ടെ. അതാണ് നല്ലത്. ഒരു കാരണവശാലും ഈ തെമ്മാടി രാജ്യത്ത്, ഒരു ക്രിമിനൽ ഭരിക്കുന്ന ഈ തെമ്മാടി രാജ്യത്ത് നിങ്ങൾ ആരും ചികിത്സയ്ക്ക് പോകരുത്. അതിന് പകരം ചൈനയിലോ ക്യൂബയിലോ ഒക്കെ പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളൊരു അഭിപ്രായം. എന്താ, പറ്റുമോ? നടക്കൂല അല്ലേ? അമേരിക്കയെ വിറപ്പിച്ച ചൈനയിലൊന്ന് ചികിത്സയ്ക്ക് പോകാൻ ഇരിക്കണമല്ലോ അല്ലേ? അങ്ങനൊരു പ്രശ്നമുണ്ടല്ലോ. പിന്നെ പിന്നെ ഒരു ഞാൻ പറഞ്ഞല്ലോ നിഷാദേ, ഈ രാജ്യത്തിന്റെ അഭിമാനം, ഇവര് ഒളിമ്പിക്സ് മെഡൽ നേടിയൊന്നും വരുന്നവരല്ലല്ലോ. രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ച ആൾക്കാരല്ല. എന്നാൽ രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ച വലിയ ഒരു ഇന്ത്യൻ സമൂഹം അവിടെ ഉണ്ട്, ഉയർത്തിപ്പിടിക്കുന്നൊരു സമൂഹമുണ്ട്. അവർക്ക് പോലും തല ഉയർത്തി നിൽക്കാൻ പറ്റാത്ത ഇന്ത്യക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആ നാട്ടുകാർ കാർക്കിച്ചു തുപ്പുന്ന അവസ്ഥയിലേക്ക് അവിടെ മാനം മര്യാദയ്ക്ക് ജീവിക്കുന്നവരെ പോലും എത്തിച്ച ഇവരെ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? ഇവിടെ കൊണ്ടുവിട്ടാൽ ഞങ്ങൾ നോക്കിക്കോളാം, അത്ര മാത്രമേ പറയാൻ കഴിയുള്ളൂ. അല്ല, അങ്ങനെയാണോ ബാക്കി എല്ലാ രാജ്യങ്ങളും സ്വീകരിച്ച നിലപാട്? മറ്റു രാജ്യങ്ങൾ എന്തുകൊണ്ടാണ് നമുക്ക് വിരുദ്ധമായ നിലപാട് സ്വീകരിച്ചത്? ഷാബു, കൊളംബിയ എന്തുകൊണ്ട് സ്വീകരിച്ചു? മെക്സിക്കോ എന്തുകൊണ്ടാണ് നിലപാട് സ്വീകരിച്ചു? 2 ഇറ്റാലിയൻ നാവികർ ഇവിടെ വന്ന് നമ്മുടെ ആളുകളെ വെടിവെച്ചു കൊന്ന കേസിൽ ഇറ്റലി സ്വീകരിച്ച നിലപാട്? കൊളംബിയയും മെക്സിക്കോയും ഒക്കെ 100% മയക്കുമരുന്ന് കച്ചവടം കൊണ്ട് മാത്രം ജീവിക്കുന്ന കുറ്റവാളി രാജ്യമാണത്. ഈ രാജ്യങ്ങളൊക്കെ, ഈ കൊളംബിയയും മെക്സിക്കോയും ഒക്കെ കുറ്റവാളി രാജ്യമാണെങ്കിൽ അമേരിക്ക ഏറ്റവും കൂടുതൽ സാധനം അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യം മെക്സിക്കോയാണ്. ഏറ്റവും കൂടുതൽ ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെ അമേരിക്ക ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യം മെക്സിക്കോയാണ്. മെക്സിക്കോ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യം അമേരിക്കയാണ്. കുറ്റവാളി രാജ്യം ഷാബു പ്രസാദ് പറയും, ട്രംപിന്റെ വിവരദോഷം കൊണ്ട് അയാളും പറയും. പക്ഷെ അമേരിക്ക ആശ്രയിക്കുന്ന ഒരു രാജ്യമാണ്, നിയമപരമായി അമേരിക്ക ആശ്രയിക്കുന്ന രാജ്യമാണ് മെക്സിക്കോ. പക്ഷെ അതുപോലെ ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് പറ്റില്ല. എന്ത് പറ്റില്ല? അബദ്ധം പറഞ്ഞ പോലെ മെക്സിക്കോയിൽ ഡ്രഗ് കാർട്ടലുകളുണ്ട്, ശരിയാണ്. പക്ഷെ മെക്സിക്കോയും അമേരിക്കയും തമ്മിൽ നല്ല വ്യാപാര ബന്ധമുണ്ട്. ആ രാജ്യത്തിന് പറയാനുള്ള ഉറപ്പുണ്ടായി. നമുക്ക് ഉറപ്പില്ല. നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഉറപ്പില്ല. വൃത്തികേടും കാണിച്ച്, കള്ളത്തരവും കാണിച്ച് ഇവിടെ നിന്ന് അവിടെ ചെന്ന് പിടിച്ചപ്പം അയ്യോ, ഇന്ത്യയുടെ അഭിമാനം, രാജ്യത്തിന്റെ അഭിമാനം പോയി പണി നോക്കാൻ പറയും. അത്രേ ഉള്ളൂ. വേണം ഈ പണിക്കൊക്കെ ഇറങ്ങിത്തിരിക്കാൻ. അല്ലെങ്കിൽ അത് അങ്ങനെ അനുഭവിക്കുകയും വേണം. അല്ലാതെ അതേസമയം നിയമപരമായിട്ട് ഈ രാജ്യത്തിൻ്റെയും ആ രാജ്യത്തിൻ്റെയും നിയമവ്യവസ്ഥകളെ ബഹുമാനിച്ചുകൊണ്ട് അങ്ങനെയായിരുന്നു പോയിരുന്നതെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായിരുന്നുവെങ്കിൽ ഓക്കെ. പിന്നെ നിങ്ങളിവിടെ പറഞ്ഞൊരു വലിയ വിവരദോഷമാണ് പറഞ്ഞത്, ദേവയാനി ഖൊബ്രഗഡയുടെ കാര്യം. ദേവയാനി ഖൊബ്രഗഡെ ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റിയുള്ള, നിയമപരിരക്ഷയുള്ള ഡിപ്ലോമാറ്റായിരുന്നു.